പ്രാവശ്യം ലില്ലി എന്ന് പറയുന്ന ഒരു സഖാവ് വസുമതി ചേച്ചി മഹിളാപ്രവർത്തകയാണ്. അന്ന് വസുമതി ചേച്ചിയും കൂടിയിട്ട് ഈ വസുമതി ചേച്ചിക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ലില്ലി സഖാവ് VS പാർട്ടി ഓഫീസിൽ ചെന്ന് കണ്ടു അല്ലേ? അത് VS കണ്ടില്ല, ഞാൻ കണ്ടു. എന്നെ കൊണ്ട് പോയി കാണിക്കാൻ. എന്നിട്ട് സാറ് ഇവരുടെ മുഖത്ത് പോലും നോക്കില്ല, ചാരി കിടക്കായിരുന്നു പറയുന്നത്. പിന്നെ ഒരു വേറെ കാര്യം അരുൺ, ഈ നമ്മളൊരു കല്യാണമൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി ഏകദേശം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും അമ്മയും അച്ഛനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ സാധാരണ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് വലിയ പട്ടുമെത്താം മറ്റേത് അങ്ങനെയൊക്കെ പറയും. അച്ഛൻ ആ വിവാഹം നടക്കാതിരിക്കുന്ന വിധത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലായിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെന്ന്, ഇതിൽ നിന്നുണ്ടാവുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നേരത്തെ അങ്ങോട്ട് അതെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ സഹായകമാകത്തക്ക തരത്തിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന വിഷമതകരമായ സ്ഥിതിഗതികളെ സംബന്ധിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള നിലയിലുള്ള ധാരണയും വിശ്വാസവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് വിവാഹം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ആയിരുന്നോ കഷ്ടം എന്നുള്ള നിലയിൽ ചിന്ത വരരുതല്ല. അതുകൊണ്ട് അത് 300 കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയല്ലോ, ആളെ കാണുന്നില്ലല്ലോ എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിൽ നമ്മൾ ഓക്കെ. പിന്നെ നമ്മളും ഇതിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നത് നമുക്കറിയാലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ അറിഞ്ഞു ഒരു പ്രാവശ്യം ഒളിവിൽ താമസിക്കുന്ന കാലത്ത് വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് ചേച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എന്നിട്ട് പാതിരാത്രിക്ക് മറ്റോ വന്ന് പോലീസ് വന്ന് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് ഈ കുട്ടികൾ തനിച്ചായിരുന്നു, ആശയും. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ, കാരണം ഒരു മനുഷ്യൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ വളരെ അധികം നമ്മൾ പാർട്ടിയിലുണ്ട്, അതിൽ ഉറച്ചു തന്നെയാണ് നിൽക്കണേ വരുമ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും നമുക്ക് ഇനി ഇത് വേണ്ട എന്ന് ചേച്ചിക്ക് പറയണം എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ ഉണ്ടാകുന്നുള്ളത് നമ്മൾ ധരിച്ചെടുത്തേ ഇല്ല ഇരിക്കുന്നത്. ഇത് ഭാവിയിലുണ്ടാകും, ഉടനെ ഉണ്ടാകും, കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലേക്ക് പഠിപ്പിച്ചിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും തോന്നിയിട്ടില്ല. എന്തെങ്കിലും അസുഖങ്ങൾ, പിള്ളേർക്ക് അസുഖം വരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചൊരു വിഷമങ്ങളുണ്ടാകും. അമ്മ സുഖമില്ലാതെ വസൂരിയായിട്ട് കിടക്കുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വസൂരി വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകലായിരുന്നു അല്ലേ? അപ്പം സഖാവിൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ സാറ് വേറെ വീട്ടിലായിരുന്നു, സാറും സാറിൻ്റെ ചേട്ടനോ അനിയനോ. അതെ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് മക്കളെ കാണണം എന്ന് പറയുകയാണ്. നമുക്കൊന്നും ഒരിക്കലും ഇത് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു തോടിൻ്റെ അപ്പുറത്ത് നിന്ന്. അതെ, ഈ മസൂരി വളരെ പകരുന്ന ഒരു സൂക്കേടായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പിന്നെ ഈ വടപതിമാരും അതിൻ്റെ ഈ ചികിത്സക്കാരായിട്ടുള്ള ആളുകളും മേൽനോട്ടക്കാരും ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനിന്ന് പോയി. പിന്നെ ഉടുപ്പും കൊണാനും ഒക്കെ മാത്രം ധരിച്ചൊക്കെ നടക്കുന്ന ഈ ടൈപ്പാണ്. അങ്ങനെ പോയി അമ്മയെ കണ്ടു. ഒരു ജനലിൽ കൂടി അമ്മ ഞങ്ങളെ പിന്നെ നോക്കുന്നതും കാണുന്നതും ഞങ്ങളങ്ങോട്ട് കാണുന്നതും എല്ലാം തന്നെ അങ്ങനെ കണ്ടിട്ട് പോരാനേ കഴിഞ്ഞുള്ളൂ. ഒരു ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മരണാനന്തര കർമ്മങ്ങളുടെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരി അപ്പച്ചി എന്ന് വിളിക്കും ഞങ്ങൾ ഇവിടെയൊക്കെ. അപ്പോൾ അപ്പച്ചിയായിരുന്നു പിന്നെ അമ്മയുടെ അഭാവത്തിൽ ഞങ്ങളെ വളർത്തിയതും ഭക്ഷണം തരികയും മറ്റു കാര്യങ്ങളും പള്ളിക്കൂടത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയും വേണ്ടതെല്ലാം ചെയ്യുന്നത് അവരായിരുന്നു. ആ ജ്യേഷ്ഠന് പിന്നൊരു കടയുണ്ടായിരുന്നുകൊണ്ട് മെഷീൻ തയ്യലും ജവളി കച്ചവടവും
ആയിരുന്നുകൊണ്ട് അദ്ദേഹം അതിന് പോവുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഒരു അനിയനും അവൻ്റെ താഴെ ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ആണ് അമ്മയുടെ ഈ മരണം. ചെറിയ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. അത് അച്ഛൻ അപ്പോൾ അച്ഛൻ എനിക്ക് 11 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയി. അമ്മ ഒരു 4.5 വയസ്സുള്ള, എനിക്ക് 4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുന്നത്. ഈ സ്കൂളിൽ വെച്ച് ഒരു പ്രാവശ്യം അരഞ്ഞാണം അരയിൽ നിന്നും വലിച്ചൂരി ആരെയോ തല്ലി എന്ന് കേട്ടിട്ടുണ്ട്. അതെ. അതെന്തായിരുന്നു അതിൻ്റെ കാര്യം? അത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ല 3-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 4-ാം ക്ലാസ് എന്ന് പറയുന്നത് പിന്നെ കളർ റോഡ് ആണ് സ്കൂളുള്ളത്. ആ കളർ റോഡുള്ള സ്കൂട്ടിലേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ നടക്കണം. നടക്കുന്നതിനിടയിൽ അന്ന് ഈ വർഗീയത ഭയങ്കരമായിട്ട് ഉള്ള കാലം. അപ്പോൾ നായർ സ്റ്റുഡൻറ്റുകളെല്ലാം തന്നെ കളർ റോഡ് അമ്പലം എന്ന് പറയുന്നത് ഈ അവരുടെ ഒരു കേന്ദ്രം. അവിടെ ചെല്ലുമ്പോഴേക്ക് അവർ ഈ പിന്നോക്കമൊക്കെ നിൽക്കുന്ന കുട്ടികളെ കണ്ടമാനം ഉപദ്രവിക്കും. ആദ്യത്തെ ദിവസം ഇങ്ങനെ പിന്നെ തൊഴാനും, മുട്ടയിൽ നിന്ന് തൊഴാനും, ഒറ്റക്കാലയിൽ നിന്ന് തൊഴാനും ഒക്കെ ഇവരിങ്ങനെ ആവശ്യപ്പെടും. അത് ചെയ്തില്ലല്ലോ അവർ തല്ലും. ഇതാണ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് കിട്ടി. ഗുണ്ടകളായിട്ടുള്ള ആളുകളാണ് വന്നിങ്ങനെ ഇതൊക്കെ സാധാരണ ചെയ്യും. അപ്പം ഞാൻ പോയി വീട്ടിലച്ഛനോട് പറഞ്ഞു, ഇന്നെ പോലെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് സാരമില്ല, 2-3 ദിവസത്തേക്ക് പോകണ്ട, അത് കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു അരഞ്ഞാൺ തയ്യാറാക്കി തന്നു. സാധാരണ അരയിലിടുന്ന അരിഞ്ഞാണിനേക്കാൾ ഒരു ഇരട്ടി കാറ്റിയത് കൂടിയതും ഒരു ചെറിയ പിടിയുള്ളതും ഊരിപ്പോവാതെ, കയ്യിൽ നിന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പിടിയോട് കൂടിയിട്ട് നോക്കിയാൽ അരിഞ്ഞാണായിട്ട് തോന്നും. ഇതും കൂടെ ഇട്ടോന്ന് പറഞ്ഞു. അവർ ഇല്ലയാണെങ്കിൽ നല്ല പോലെ ഒന്ന് വീശിയാൽ മതി, അമ്മരെല്ലാം ഓടും. അഥവാ അവരടി അടിച്ചാൽ പിന്നെ ജന്മത്തെ നിൽക്കില്ല, അരിഞ്ഞാൻ്റെ അടി കൊണ്ടാൽ നോക്കിയില്ലെന്ന്. അങ്ങനെ ഒരു വീശേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഉടനെ അവരെല്ലാം അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ പിന്നെ മുട്ടയിൽ നിന്ന് തൊഴാനും മറ്റൊക്കെയുള്ള ഡിമാൻഡ് ആവശ്യപ്പെട്ടു. അടി കൊടുത്തപ്പോൾ അടിയും കൊണ്ട് ഓടി പലരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ എവിടെയായിരുന്നു? അവിടെ പുന്നപ്പറയുള്ള സ്കൂളിലാണ്. ചോദിക്കുന്നതുകൊണ്ടൊന്നും ഒരു വിഷമമില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ അത്രയും പഠിപ്പുള്ള ഒരാളെ ഞാൻ സാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കാളും മുകളിലാണ്. ഞാനും 8-ാം ക്ലാസ്സിൽ. ഇതിനിടയിൽ തോറ്റിട്ടുണ്ടോ? തോറ്റിട്ടില്ല. അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് പഠിപ്പ് നിർത്തേണ്ടതായിട്ട് വന്നത്.